എൻ്റെ പേര് അബ്ദുൽ റൌഫ്. ഞാൻ വർക്ക് ചെയ്യുന്നത് അരീക്കോട് സുല്ലം സയൻസ് കോളേജിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണ്. കഴിഞ്ഞ ആദ്യ ട്രെയിനിങ്ങിൽ മോക്ക് പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡമ്മി പോൾ പോലെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു യഥാർത്ഥ പോൾ എങ്ങനെയാണോ നടക്കുന്നത് അതിൻ്റെ അതേ പ്രൊസീജിയറിൽ തന്നെയാണ് വോട്ടിംഗ് നടത്തിയിട്ടുള്ളത്. മോക്ക് പോൾ ചെയ്യുന്ന സമയത്ത്, പോളിംഗ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ബാലറ്റിൽ നമ്മൾ നിൽക്കുന്ന ആ ബട്ടൺ നേരെയുള്ള ലൈറ്റ് തന്നെയായിരുന്നു കത്തിയിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു പേപ്പറിൽ ആർക്കാണോ വോട്ട് ചെയ്യുന്നത്, ഏത് കാൻഡിഡേറ്റിനാണോ വോട്ട് ചെയ്യുന്നത് അത് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും, ആ ഒരു ബാലറ്റിലുണ്ടായിരുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും മിനിമം ഒരു 4-5 വോട്ടുകളിലധികം ചെയ്തിട്ട് അത് ടോട്ടൽ വോട്ടുമായിട്ട് കമ്പയർ ചെയ്യുകയും, ആ കമ്പയർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മൾ ചെയ്യുന്ന ഏത് കാൻഡിഡേറ്റിനാണോ വോട്ട് ചെയ്യുന്നത് അതേ കാൻഡിഡേറ്റിന് തന്നെ വോട്ട് വീഴുന്ന ഒരു സാഹചര്യവും അത് ടോട്ടൽ വോട്ടുമായിട്ട് അത് കൃത്യമായിട്ട് അതേ എണ്ണം തന്നെയാണ് വരുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു മാൽ പ്രാക്ടീസിൻ്റെയോ മറ്റു കാര്യങ്ങളോ ആ വോട്ടിംഗ് സിസ്റ്റത്തിനകത്ത് ഞങ്ങൾ ചെയ്തു നോക്കിയ സമയത്ത് അതില്ല എന്ന് തന്നെയാണ് 100% ഞങ്ങൾക്ക് ഈ 100 വോട്ടോളം അത് ഡമ്മി വോട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അതിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും കൂടി ഒരു 100-ലധികം വോട്ടുകളാണ് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആർക്കാണോ ചെയ്തത് അത് ബാലറ്റിലെ എണ്ണമായാലും നമ്മൾ കൺട്രോൾ യൂണിറ്റിൽ റിസൾട്ട് നോക്കുന്ന സമയത്തായാലും അത് നമ്മൾ പേപ്പറിൽ അത് മാർക്ക് ചെയ്തത് വെച്ച് നോക്കുമ്പോഴും എല്ലാ എണ്ണങ്ങളും കൃത്യമായി വരുന്നുണ്ടായിരുന്നു. സോ അതിലൊരു മാറിപ്പോകുന്ന വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വോട്ട് വീഴുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ആ 100 വോട്ട് ചെയ്യുന്നതിനിടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതങ്ങനെ ഉണ്ടായിട്ടുമില്ല.